ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പാർട്ട്ണറുടെ തെരഞ്ഞെടുപ്പും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണത്. അതായത് പാർട്ട്ണർ നല്ലതാണെങ്കിൽ ആരോഗ്യം നന്നായിരിക്കുമെന്ന്. എന്തുകൊണ്ടായിരിക്കും പാർട്ട്ണർ നന്നായാൽ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കുന്നത്? പാർട്ട്ണറുടെ ജീവിത രീതി നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കായി കുറച്ചൊക്കെ നല്ലൊരു ജീവിത ശൈലിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഹെൽത്തിനെ കുറിച്ച് ഒട്ടും വേവലാതി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളും ആ ട്രാപ്പിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പാർട്ട്ണർ പുറത്ത് ഏത് ഹോട്ടൽ വന്നാലും ഫുഡ് വ്ലോഗിൽ ഏത് പുതിയ ഹോട്ടൽ ആര് പരിചയപ്പെടുത്തിയാലും അവിടെ ഒന്ന് പരീക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളും കൂടെ പോകുമല്ലോ. അതുപോലെ പുതിയ ഏത് വൈറലായ ഫുഡ് വീഡിയോ കണ്ടാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പാർട്ട്ണറും ആ പരീക്ഷണത്തിൽ പങ്കാളിയാകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. നമ്മുടെ ശീലങ്ങൾ അത് നല്ലതായാലും മോശമായാലും പാർട്ട്ണറും അതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർക്ക് നമ്മുടെ ഹെൽത്തിൽ വലിയൊരു പങ്കുണ്ട്. പിന്നെ ഒട്ടും സിങ്കാകാത്ത അല്ലെങ്കിൽ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണ് പാർട്ട്ണർ എങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സും ഒരാളുടെ ആരോഗ്യത്തെ അഫക്ട് ചെയ്യുമല്ലോ. ഇനി പാർട്ട്ണർ മാത്രമാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ കുട്ടികളെയും നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. മൈ 600 പൗണ്ട് ലൈഫ് എന്നൊരു പ്രോഗ്രാം യുഎസിൽ ഉണ്ടായിരുന്നു. അതിൽ വരുന്ന അമിതവണ്ണമുള്ള ആൾക്കാരുടെ ഫാമിലി എടുത്തു നോക്കിയാൽ അവരുടെ കുട്ടികൾ പലപ്പോഴും അമിതവണ്ണമുള്ളവരായാണ് വളർന്നു വരുന്നതെന്ന് കാണാം. അതായത് നമ്മുടെ തെറ്റായ ശീലങ്ങൾ നമുക്ക് മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ളവരിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ആരോഗ്യം റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നിങ്ങളിൽ പലരും ഇതിനകം തന്നെ കണ്ടു കാണും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ ഈയിടെയായി കാണുന്നുണ്ട്. ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷൻസും ഇതിനെപ്പറ്റി തോന്നിയിട്ടുണ്ടാകും. ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെ കേസിലും ഓരോന്നായിരുന്നിരിക്കാം റീസൺ. എന്നാൽ നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കണം എന്നതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ വേറൊരു കാര്യം, ആരോഗ്യം എന്നത് ശരീരത്തിന്റെയും തലച്ചോറിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യമാണ് എന്നത് നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാറില്ല. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നൊക്കെ ചിന്തയിൽ വരുമ്പോഴും ബ്രെയിൻ എന്ന സംഗതിയെ നമ്മൾ അങ്ങ് മറക്കും. ശരിക്കും ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ബ്രെയിൻ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു ബ്രെയിനിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു ബുക്കാണ് ഡോക്ടർ സഞ്ജയ് ഗുപ്തയുടെ കീപ് ഷാർപ്പ്. 5 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഈ 5 കാര്യങ്ങൾ ബ്രെയിനിന് മാത്രമല്ല ഓവറോൾ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഷാർപ്പ് എന്ന വാക്ക് വെച്ചാണ് അദ്ദേഹം അത് വിശദമാക്കുന്നത്. ഒന്നാമത്തേത് സ്ലീപ്പ് വെല്ലാണ്. അതായത് നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. നല്ല ഉറക്കം, ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയുള്ള ഉറക്കം ഇന്നത്തെ തലമുറയിൽ നടക്കാത്ത ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, സ്മാർട്ട് ഫോൺ, ഓവർ ടൈം ചെയ്യേണ്ടി വരുന്ന ജോലി ഇതൊക്കെ നമ്മുടെ ഉറക്കത്തെ വല്ലാതെ വെട്ടിച്ചുരുക്കി കളയുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് അത്ര ഉറക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊരു 4-5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, നല്ല എനർജറ്റിക് ആയാണ് എണീക്കുക എന്നൊക്കെ. എന്നാൽ പലപ്പോഴും അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. നമ്മളിൽ ബഹുഭൂരിഭാഗം പേർക്കും ഉറക്കം വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഉറക്കം എന്ന് പറയുന്നത് വെറും റെസ്റ്റ് മാത്രമല്ല, അതൊരു ആക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ മെയിന്റനൻസ് സ്റ്റേജ് കൂടിയാണ്. ബ്രെയിൻ ക്ലീനിങ്, മെമ്മറിയെ ചേർത്ത് വെക്കൽ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബൂസ്റ്റ് ചെയ്യൽ, ഇമോഷണൽ റെഗുലേഷൻ ഇതൊക്കെ ശരിയായി നടക്കണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം. ഈ ബുക്കിൽ പറയുന്ന അടുത്ത കാര്യം ഹാൻഡ്ലിംഗ് സ്ട്രെസ് ആണ്. മെഡിറ്റേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി, സോഷ്യൽ കണക്ഷൻ, പ്രകൃതിയെ എക്സ്പീരിയൻസ് ചെയ്യൽ, അതായത് മരങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നത്, പിന്നെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യൽ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറയുന്ന സൊല്യൂഷൻ. ക്രോണിക് സ്ട്രെസ് ആണ് യഥാർത്ഥ വില്ലൻ. കുഞ്ഞു കുഞ്ഞു സ്ട്രെസ്സുകൾ, അതിന്റെ റെസൊല്യൂഷൻ ഇതൊന്നും പ്രശ്നക്കാരല്ല. എന്നാൽ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന അൺറിലീവ്ഡ് സ്ട്രെസ് ഒരു പ്രശ്നക്കാരനാണ്. ഉറക്കത്തിന്റെ കാര്യത്തിലും സ്ട്രെസ്സിന്റെ കാര്യത്തിലും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. നമ്മൾ പണം ഉണ്ടാക്കുന്ന തിരക്കിൽ ചിലപ്പോൾ ഈ 2 കാര്യങ്ങളുടെ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ ഇമ്പാക്ട് അവഗണിക്കാറുണ്ട്. അത് കാരണം പണം ഉണ്ടായാലും ഹെൽത്തി അല്ലാത്ത ഒരു ശരീരത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ടാകും നമ്മൾ. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയ സാഹചര്യത്തിൽ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ എത്ര ആരോഗ്യം ശ്രദ്ധിച്ചാലും രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പല ജനിതക രോഗങ്ങൾ, ഇപ്പൊ ചെറിയ പ്രായത്തിൽ 30-40 വയസ്സ് പ്രായമുള്ളവർക്ക് പോലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, BP, ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വന്നാൽ ഒരു സാധാരണക്കാരന് സമ്പാദിച്ചത് മുഴുവനായും ഹോസ്പിറ്റലിൽ അടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാനുള്ള ഒരു മാർഗം നമുക്ക് മുന്നിലുണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നതാണത്. ഇന്ന കമ്പനിയുടെ ഹെൽത്ത് പ്ലാൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അതിന് സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇപ്പൊ മാസം 400 മുതൽ 500 രൂപ വരെയുള്ള മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി രൂപ വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ അവൈലബിൾ ആണ്. ഈ ലിങ്ക് വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഇൻഷുറൻസ് പോളിസീസ് തിരഞ്ഞെടുക്കാം. പ്രവാസികൾക്ക് നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കാം. പ്രവാസികൾക്ക് 18% GST അടയ്ക്കാൻ
തിരക്കേണ്ട ആവശ്യവുമില്ല. ക്ലെയിം സംബന്ധിച്ച് എല്ലാ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. പ്രമേഹം, BP പോലുള്ള മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ ഈ രോഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന പ്ലാനുകൾ ലഭ്യമാണ്. ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കും. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആ ബുക്കിൽ മൂന്നാമതായി പറയുന്ന പോയിന്റ് ആക്ടിവേറ്റ് യുവർ മൈൻഡ് എന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ ബ്രെയിനിനെ ചാലഞ്ച് ചെയ്യാൻ ശ്രമിക്കലാണിത്. മസിൽ ബിൽഡ് ചെയ്യാൻ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുന്ന പോലൊരു ഏർപ്പാട്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ന്യൂറൽ കണക്ഷൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പാസീവായി ഓരോന്ന് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഷോർട്സും റീൽസും കണ്ട് സമയം കളയുമ്പോൾ ഇത് സംഭവിക്കുന്നില്ല. ആ സമയം നമ്മൾ വേറൊരു കാര്യം പഠിക്കാൻ ഉപയോഗിച്ചാൽ വയസ്സാവുന്നതിലൂടെയോ മറ്റോ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിന് ഡാമേജ് സംഭവിച്ചാലും ഇതൊരു ബാക്കപ്പായി ആക്ട് ചെയ്യും. അതായത് ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം പെയിന്റിങ്ങോ, റൈറ്റിങ്ങോ, പസിൽ സോൾവ് ചെയ്യലോ, ഡാൻസോ, സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ ചെയ്യാനോ ശ്രമിച്ചാൽ ബ്രെയിൻ ഹെൽത്തി ആയിരിക്കുമെന്ന് ഈ ബുക്ക് എഴുതിയ ന്യൂറോ സർജൻ ഇതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനക്ഡോട്ട് പറയുന്നുണ്ട്. ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ തലയ്ക്ക് പരിക്ക് പറ്റി ഡോക്ടറുടെ അടുത്ത് വരുന്നുണ്ട്. പ്രായമായെങ്കിലും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, ഷാർപ്പ് ആയിട്ടുള്ള ഒരാളാണ് പേഷ്യന്റ്. അപ്പോൾ ഡോക്ടർ കരുതി അത് റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും പേഷ്യന്റിന്റെ ബ്രെയിൻ എന്ന്. എന്നാൽ അയാളുടെ ബ്രെയിൻ നോക്കിയപ്പോൾ അയാളുടെ പ്രായത്തെ കാണിക്കുന്ന തരത്തിൽ ശുഷ്കിച്ച ബ്രെയിൻ തന്നെയായിരുന്നു കണ്ടത്. അതായത് ബ്രെയിനിന് പ്രായമായെങ്കിലും അയാൾ ആക്റ്റീവ് ആയിരുന്നത് കൊണ്ട് പ്രായത്തിന്റെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കുറുക്ക് വഴികൾ അയാളുടെ ബ്രെയിൻ കണ്ടുപിടിച്ചിരുന്നു എന്ന്. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരു നല്ല ബ്രെയിൻ എക്സസൈസ് ആണ്. നാലാമത്തെ സംഗതി റെസ്റ്റ് ആൻഡ് റിലാക്സ് ആണ്. റെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ഫോൺ എടുത്ത് ഷോർട്സ് ആൻഡ് റീൽസ് തോണ്ടലായിരിക്കും. എന്നാൽ സംഗതി അതല്ല. കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഹൈ ആക്കും. കുറച്ചു നേരം വെറുതെ ഇരിക്കുക, പകൽക്കിനാവ് കാണുക, മെഡിറ്റേഷൻ ചെയ്യുക, ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുക, പ്രകൃതിയെ ആസ്വദിക്കുക, എന്തെങ്കിലും ഹോബിയിൽ ഏർപ്പെടുക, ഇതൊക്കെയാണത്. അഞ്ചാമത്തേത് ഫിസിക്കൽ എക്സസൈസ് ആണ്. അതെ, നമുക്കൊക്കെ വളരെ മടിയുള്ള ഒരു സംഗതി. പക്ഷെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏറ്റവും ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. നമ്മൾ ഫിസിക്കൽ എക്സസൈസിനെ എപ്പോഴും ശരീരത്തിന്റെ ആരോഗ്യത്തോടാണ് കണക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ബ്രെയിനിന്റെ ആരോഗ്യത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ് ഫിസിക്കൽ എക്സസൈസ്. അൽസൈമേഴ്സ്, സ്ട്രോക്ക്, വാസ്കുലർ ഡിമെൻഷ്യ എന്നീ രോഗങ്ങളെ തടയാനും മെമ്മറി ആൻഡ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഏറ്റവും ഗുണകരമായ ഒന്നാണ് എക്സസൈസ്. ചുരുക്കി പറഞ്ഞാൽ ശരീരം മൂവ് ചെയ്യുന്നത് ബ്രെയിനിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന്. പിന്നെ ഈ ബുക്കിൽ നന്നായി സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലമാണ്. അതില്ലാത്തതിന്റെ പ്രശ്നം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടല്ലോ. അപ്പൊ നല്ല ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുന്നത്, ഫിസിക്കലി ആൻഡ് മെന്റലി ആക്റ്റീവ് ആയിരിക്കുന്നത്, നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാകുന്നത്, നല്ല ഭക്ഷണശീലം, ഇതൊക്കെ ശീലമാക്കിയാൽ ആരോഗ്യമുള്ള മനസ്സും ശരീരവും സ്വന്തമാക്കാമെന്ന്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.